ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമില്ല. ഞാൻ ഓർത്തു കുറെ പേര് എനിക്ക് പേഴ്സണലി കുറെ സജഷൻസ് തന്നു. ഡേ ഇൻ മൈ ലൈഫ് ബോറിംഗ് ആയിട്ടല്ല, എന്തെങ്കിലും കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് കാണിക്കുക, അല്ലെങ്കിൽ സ്കിൻ കെയർ കാണിക്കുകയാണെങ്കിലൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ ഓർത്തു മേക്കപ്പ് പ്രൊഡക്ട്സും സ്കിന്നിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും ഇതിന്റെ കൂടെ തന്നെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇനി അതിനായിട്ടൊരു രണ്ട് വീഡിയോ എടുക്കുന്നതിനേക്കാളും ഭേദം ഒറ്റയടിക്ക് അങ്ങ് കാണിച്ചു പോവല്ലേ നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ ബോറടിക്കില്ല. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബോറടിക്കില്ല, ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. പിള്ളേരുടെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടും ഞാനും ഓക്കെ അല്ലാത്തതുകൊണ്ടും നമുക്ക് അങ്ങനെ ഇതിനായിട്ട് മെനക്കെട്ട് ക്യാമറ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇന്നലെ നമ്മൾ ഓർണമെന്റ്സിന്റെ വീഡിയോ ഇട്ടു. ഇന്ന് ഞാൻ ഓർത്തു ഈ മേക്കപ്പ് പ്രൊഡക്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ സ്കിൻ കെയറിനെ കുറിച്ചും ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇതിപ്പം എല്ലാ സ്കിന്നുകാർക്കും പറ്റിയെന്നോ ഒന്നും വരില്ല. എനിക്ക് എൻ്റെ സ്കിന്നിന് പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകുമ്പോൾ ഇടുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ ഞാൻ പറയാണ്, ഇത് എന്റെ സ്കിന്നിന് ഓക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളോട് മസ്റ്റ് ആയിട്ട് വാങ്ങിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷെ ചിലർക്ക് എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്താലും യാതൊരു പ്രശ്നമില്ലാത്തവരും ഉണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനെ എല്ലാം എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറച്ച് ചിലർ പറയും ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ആണ്. അങ്ങനെയൊന്നും അല്ല. നമ്മുടെ സ്കിന്നിന് പറ്റാത്ത കുറെ മുഖത്ത് വാരി തേച്ചിട്ട് വല്ലതും പറ്റിയിട്ട് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനെ ആദ്യം ഞാൻ അങ്ങനെ ഒട്ടും കോൺഷ്യസ് അല്ലായിരുന്നു, കിട്ടുന്നതൊക്കെ അപ്ലൈ ചെയ്യായിരുന്നു. അങ്ങനെ എനിക്ക് ലിപ്പിന് ഒരു അടി കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു നോർമൽ ലോക്കൽ ലിപ്സ്റ്റിക്ക് സാധാരണ ഒരു സ്റ്റേഷനറി കടയിൽ നിന്ന് എനിക്ക് ഷെയ്ഡ് കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചാണ്. പക്ഷെ എൻ്റെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡാമേജ്. അത് ശരിക്കും അടുത്ത് വന്നാലേ എൻ്റെ അഭംഗി മനസ്സിലാവുള്ളൂ. എന്ന് വെച്ച് ഭയങ്കര ബോറായിട്ടല്ല, നല്ലൊരു റോസ് കളർ ലിപ്സ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഷെയ്ഡ് മാറിപ്പോയി. ആ ഒരു ഒറ്റ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താണ് കേട്ടോ. അതിൽ പിന്നെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. പൈസ കൊടുത്താലും സാരമില്ല, നല്ല ഒരു സാധനം ഉപയോഗിക്കാന്ന് വെച്ചിട്ട് ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ വാങ്ങിക്കുക, പിന്നെ ഓഫറൊക്കെ നോക്കി വാങ്ങിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആദ്യം ഞാൻ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് കാണിക്കാം. കുറെ പേര് ചോദിക്കാറുണ്ട് ഏത് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യാറെന്നുള്ളത്. ഞാൻ നിലവില് മാമ എർത്തിന്റെ മെബിലിന്റെ ആണ് കേട്ടോ. മാമാർത്തിന്റെ ആക്ച്വലി ആദ്യം ഞാനൊരു ട്യൂബാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെനിക്ക് ഡിംപിൾ തന്നാണ്. ഡിംപിള് കൊളാബിന് വന്നിട്ട് കുറെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നാച്ചുറൽ ഗ്ലോ എന്ന് പറഞ്ഞ മാമാർത്തിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ മാച്ച് ആവുക. ഭയങ്കര അടിപൊളി, അടിച്ചു നിൽക്കില്ല. എനിക്ക് ഒന്നാമതെ ഫൗണ്ടേഷൻ അടിച്ചു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഒരു മിനിമൽ മേക്കപ്പ് അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. പിന്നെയാണ് കേട്ടോ ഇപ്പൊ അടിച്ച് പുട്ടി അടിച്ചൊക്കെ പോണത്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് കാണുമ്പോൾ അറിയാം യൂസ് ചെയ്തതാണ്. പിന്നെ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നതാണ് മെബിലിന്റെ ഫിറ്റ് മീ കേട്ടോ. എന്റെ ടോൺ എന്ന് പറയുന്നത് 230 ആണ് കേട്ടോ. ദേ 230 ആണ്. ഇത് മറ്റേ എന്താ SPF 22 അങ്ങനെയൊക്കെ പോർലെസ് മെയിൻസ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇതിന്റെയാണ് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതിന്റെ കഞ്ഞിക്കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ അകൊക്കെ കണ്ടോ. ഇത് ആക്ച്വലി കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ റീസെന്റ് ഞാൻ കുറെ പേരെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ് മെബിലിന്റെ ഈ ഒരു ഫിറ്റ്മിയുടെ ഫ്രഷ് ടിൻഡ് വൈറ്റമിൻ സി ഒക്കെ വരുന്ന. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് SPF 50 ഉണ്ട്, ഒരു മോയ്സ്ചറൈസറിങ് ഇഫക്റ്റ് വരും, ഒരു ടിൻഡ് നല്ലൊരു ഗ്ലോയിങ് ടിൻഡ് കിട്ടും. ഒരു ഒറ്റ മോയ്സ്ചറൈസറിൽ ഇതെല്ലാം ഉണ്ട്. മറ്റേതിൽ ആക്ച്വലി 22 ഉള്ളൂ, പക്ഷെ ഇതിൽ 50 ഉണ്ട് SPF. ഒരു കുഞ്ഞു ടിൻഡും കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് ഷെയ്ക്ക് ചെയ്യാതെ ഉപയോഗിച്ചാൽ ആദ്യം വരിക വെള്ളമായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ ഈ ഒരു വെള്ളം വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഒറ്റയടിക്ക് നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് വരാനാണെങ്കിൽ ഇത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഈ ഒരു മേക്കപ്പ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഷുഗറിന്റെ ഗ്രാൻഡ് ഫിനാലെ ഡൂയി സെറ്റിംഗ് മിസ്റ്റ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാന്ന് പറയാം. ഇത് ഞാൻ നമ്മുടെ സൂരത്തിൽ പോയ സമയത്ത് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അവിടെ ഷുഗറിന്റെ ഷോപ്പിൽ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് എനിക്ക് കുറച്ചധികം നേരം നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട്. പിന്നെ പ്രൈമർ ഞാൻ പല പ്രൈമർ മാറ്റി മാറ്റി ഉപയോഗിക്കും. ഇത് ഡാസ്ലറിന്റെ ആണ് കേട്ടോ. ഇത് ഹൈറൂട്ടിലെ ഒരു കടയിൽ നിന്ന് ഞാൻ എപ്പോഴോ പോയപ്പം വാങ്ങിച്ചതാണ്. എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ എങ്ങാണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഡാസ്ലറിന്റെ ആണ്.
എനിക്കിഷ്ടായില്ല. സത്യം പറയാലോ, എനിക്കിതിന്റെ ഫിനിഷിങ് ഇഷ്ടായിട്ടില്ല. എന്തോ എന്തോ പോലെ. ഞാൻ ആക്ച്വലി മെബിലിന്റെ എൻവൈബയുടെ അടിപൊളിയാണ് കേട്ടോ. പർപ്പിളിലെ എല്ലാ പ്രൈമറും അടിപൊളിയാണ്. എൻവൈബയുടെ അടിപൊളി സാധനമാണ്. പിന്നെ പിന്നെ ഒരു ബ്രാൻഡ് കൂടെ ഉണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചും പോയി, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പ്രൈമർ, അതൊരു പ്രൈമർ. പിന്നെ പിന്നെ ലിപ്സ്റ്റിക്കുകൾ പലതും ഞാൻ ഉപയോഗിക്കും. ഇത് മെബിലിന്റെ തന്നെ സെൻസേഷൻ ലിക്വിഡ് മാറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഓഫറിന്റെ സമയത്ത് 3 കിട്ടുന്ന ഒരു കോംബോ എന്ന് വാങ്ങിച്ചാണ്. അതിലെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് 21 ആണ് ഷെയ്ഡ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. 198 റുപ്പീസിനെങ്ങാണ്ട് 3 കളർ ഞാൻ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് എൻ്റെ ഒരു മേക്കപ്പ് പൗച്ചിനകത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഷുഗറിന്റെ തന്നെ ജാക്കി ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രയോൺ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, സംഭവം അടിപൊളിയാണ്. ഇതിന്റെ ഷാർപ്നർ ഒക്കെ ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ ലിപ്സ്റ്റിക്ക്. എനിക്ക് കൂടുതലും ന്യൂഡി ഷെയ്ഡ്സ് ഒക്കെയാണ് ഇഷ്ടം. ഇത് നമ്മുടെ മാമാർത്തിന്റെ ബീട്രൂട്ടിന്റെ ടിൻഡഡ് ലിപ് ബാം ആണ് കേട്ടോ. അതെനിക്ക് മസ്റ്റാണ്. മാമാർത്തിന്റെ എല്ലാ സാധനങ്ങളും എനിക്ക് ഇഷ്ടമാണ്. കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഈ പ്രൊമോഷന് കിട്ടുന്ന സാധനമല്ലേ നമ്മൾ യൂസ് ചെയ്തിട്ടാണെന്ന് പറയുന്നുള്ളത് ഒരു തോട്ട് അവർക്ക് വരുന്നില്ല. ഇത് ഡാസ്ലറിന്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു ബ്രഷ് വരുന്നുണ്ട്, നല്ലതാണ്. മറ്റേ പെൻസിൽ ബ്ലാക്ക് ആണ് കേട്ടോ. ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല, നിസ്സാര നോർമൽ വിലയ്ക്ക് എനിക്ക് കിട്ടിയതാണ്. പിന്നെ ലാക്മിയുടെ ഐക്കോണിക് കാജൽ ഉപയോഗിക്കും ഞാൻ. അതും നല്ലതാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ബ്രിക്ക് ഹൈലൈറ്റർ എന്ന് പറയുന്നത്. ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നിന്ന് ഞാൻ ആമസോണിൽ നിന്ന് ഓഫറിന് 198 റുപ്പീസിനെങ്ങാണ്ട് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കൂടുതലും ഈ ആദ്യത്തെ 2 ഞാൻ എടുക്കുക, അതുകൊണ്ടാണ് അവിടെ ഒരു കുഴിയുള്ളത്. നല്ലതാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ കുറേ സാധനങ്ങൾ നല്ലതാണ്. പിന്നെ ലാഷസിന്, ഐലാഷസിന് ഞാൻ മെബിലിന്റെ ഈ ഒരു പുതിയ ലോഞ്ചാണ് കേട്ടോ. ഇത് പുതിയ ലോഞ്ച് എന്ന് വെച്ചാൽ കുറച്ച് നാളായി, 2-3 മാസമായി. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഐലാഷസ് നല്ല പോലെ ശരി കട്ടിയുള്ളതായിട്ട് നമുക്ക് തോന്നും. അതുണ്ട്. പിന്നെ പിന്നെ വേറൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ലാക്മിയുടെ കണ്ടോ, ഒരു ന്യൂഡ് ഷെയ്ഡാണത്. ഇത് CN3 എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് കേട്ടോ. ഇത് ലാസ്റ്റിംഗ് ഒന്നും അല്ല, പക്ഷെ ഷെയ്ഡ് കൊള്ളാം, എനിക്കിഷ്ടമാണ്. പിന്നെ വരുന്നത് ലിപ്സ്റ്റിക് കുറച്ചധികം തന്നെ എൻ്റെ കയ്യിൽ കാണും. ഇതൊരു മെബിലിന്റെ 50 ഈസ്റ്റ് വില്ലേജ് റോസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളിയാണതേ, ഇങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് അതും എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷമായിരിക്കും ലിപ്സ്റ്റിക്കിനോട് ക്രേസ് വന്നു. മറ്റേത് ഞാൻ ഒരു 2 സ്ഥിരം കാണും, മെബിലിന്റെ 2 കാണും. അതാണ് കൂടുതലും ഉപയോഗിക്കുക. പിന്നെ ഡോൺചാൻ ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയാണ്. എന്ന് വെച്ചാൽ അടിച്ച് ഇടുന്നൊന്നും ഡോൺചാൻ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ വേറൊരു മാമാർത്തിന്റെ തന്നെ, ഇത് ചെറിയ ടിൻഡഡ് ആണ് കേട്ടോ. മാമാർത്തിന്റെ ടിൻഡഡ് ലിപ് ബാം ഒക്കെ അടിപൊളിയാണ്. നല്ലൊരു ഇത് തോന്നും കേട്ടോ, നല്ലൊരു ഗ്ലോ തോന്നുന്ന ഒരു ഇതാണ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാല്, എനിക്ക് ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഫ്രണ്ടില് ഇവിടെ ആക്ച്വലി ഒരു കൊത്ത് ഇങ്ങനെ നരച്ച് ആദ്യം തൊട്ട് തുടങ്ങി. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ നോക്കിയപ്പം എനിക്ക് സിന്ദൂരത്തിൽ നിന്ന് അലർജി കിട്ടിയതാണ്. അതിനകത്ത് പാരമ്പര്യമായിട്ട് പാരമ്പര്യം ഇവിടെയൊക്കെ വരാം, പക്ഷെ ഇവിടെ ഈ ഒരു പോർഷനിൽ മാത്രം, നമ്മൾ സിന്ദൂരം ഇടുന്ന ആ പോർഷനിൽ മാത്രം ഒരു സെഗ്മെന്റ്, അങ്ങനെയാണ് ഞാൻ സിന്ദൂരം ഇടുന്നത് വളരെ കുറച്ചത് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുത്തെയും ഹെയർ ഒന്ന് മാസ്ക് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ് ക്വിക്ക് ഹെയർ കാര. അതിന് റീയുടെ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് മസ്കാര പോലെയാണ് വരുന്നത്. നമ്മുടെ ഇവിടെ ബ്ലാക്ക് ഹെയർസ് ഒക്കെ ഡൈ പോലെ എന്ന് പറയാം. ഡൈ അല്ല, ആക്ച്വലി മസ്കാരയാണ്. ഡൈ ശരിക്കും ഒരു ഇങ്ങനത്തെ തന്നെ ഡൈ വരുന്നുണ്ട്, ഈ ഒരു പാക്കേജിങ്ങിൽ തന്നെ ഡൈ വരുന്നുണ്ട്. ഇത് ഡൈ എന്ന് പറയാൻ പറ്റില്ല, മസ്കാരയുടെ ഒക്കെ ഇതാണ്. പക്ഷെ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല, എനിക്ക് ഇഷ്ടമായില്ല.
അതിന്റെ തന്നെ ക്വിക്ക് ഹെയർ കുഷൻ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവമാണ് ഞാൻ ഈ രണ്ട് സൈഡിലും ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആ സെയിം ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ഇത് പക്ഷെ ബ്രൗൺ ആണ്. ഇതിങ്ങനെ കണ്ണാടിയൊക്കെ വന്നിട്ട് കണ്ട ബ്രൗൺ ആണ്, ബ്ലാക്ക് ഉണ്ട്. ഇത് നല്ലതാണ് കേട്ടോ, ഇതെനിക്ക് ഇഷ്ടമായി. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, എന്നാലും പെട്ടെന്ന് ഡ്രൈ ആവില്ല. അങ്ങനെ ഒരു മൈനസ് ഞാൻ അതിൽ കാണുന്നുണ്ട്. പിന്നെ പിന്നെ സൺസ്ക്രീൻ ഉണ്ട്. സൺസ്ക്രീൻ ഞാൻ കൂടുതലും മാമാർത്തിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യാൻ. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചാണ് കേട്ടോ, 79 രൂപയ്ക്ക് കണ്ട് വാങ്ങിച്ചതാണ്. താൽക്കാലികമായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. ഒരു ഹാൻഡ് ബാഗിൽ കിടന്നതാണ് ആക്ച്വലി. ഇതാണ് സിന്ദൂരം. ഇതിപ്പം ഉപയോഗശൂന്യമായി, ഉപയോഗിക്കുന്നില്ല. ഇത് എനിക്ക് ഡിംപിൾ തന്നാണ് കേട്ടോ, മാമാ എർത്തിന്റെ സോഫ്റ്റ് മൈറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്ക്. ഇത് ഷെയ്ഡ് നമ്പർ 1 ആണ് കേട്ടോ, മോച്ച ബ്രൗൺ. ഞാൻ മോച്ച മറ്റേ അത് ഏതായിരുന്നു ഒരു ബ്രാൻഡ്, ഗീമി മോച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ആദ്യം തൊട്ട് കാണിക്കുന്ന ഒരു ഷെയ്ഡ് ഇല്ലായിരുന്നു, അത് തന്നെ. ആ സാധനമാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് കേട്ടോ. മെബിലിൻ ഞാൻ തെറ്റി പറഞ്ഞാണ്. ദേ ആ മോച്ചയുടെ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് കുറച്ചധികം നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ. നല്ലൊരു ഷെയ്ഡാണിത്. എനിക്ക് ഡിംപിളിന്റെ പ്രൊമോഷന് വന്ന സാധനം എനിക്ക് തന്നതാണ്. ഡിംപിളിന് കൂടുതലും ബ്രൈറ്റ് കളേഴ്സ് ആണ്. എനിക്ക് വരുന്ന ബ്രൈറ്റ് കളേഴ്സ് ഞാൻ കൂടുതലും റോസേച്ചിക്കാണ് കൊടുത്തത്. കാരണം എനിക്ക് ഡിംപിളിന് ഒരേപോലത്തെ സാധനങ്ങളായിരിക്കും വരിക. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ് പ്രൊപ്പിളിന്റെ. ഇത് ആക്ച്വലി ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ കോലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ആക്ച്വലി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് യൂസ് ചെയ്യുക. ആരെങ്കിലും യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടിട്ട് ഓടിപ്പോയി യൂസ് ചെയ്തത്, നിങ്ങളുടെ സ്കിന്നിന് അത് പറ്റുമോ എന്ന് അറിഞ്ഞിട്ടേ അത് യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ ഒരു സ്റ്റുഡിയോയുടെ തന്നെ ഒരു മേക്കപ്പ് റിമൂവർ വൈപ്സ് ഉണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. ഈ ഒരു പാക്കറ്റിനകത്ത് 10 വരുന്നുണ്ട്. 29 രൂപയാണ് കേട്ടോ വരുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ട് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒന്ന് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ കളയുമ്പോൾ ഒന്നാമത്തെ ഐലൈനറൊക്കെ പടർന്ന് കരിക്കട്ട പോലെയാവും. എനിക്ക് അങ്ങനെയാണ്. നോക്കിയപ്പോൾ ആദ്യം ഇത് വെച്ച് വൈപ്സ്, ചിലർ വെറ്റ് വൈപ്സും കൊണ്ട് ചെയ്യുന്നവരുണ്ട്. അതിനേക്കാളും നല്ലത് എനിക്ക് ഇതായിട്ട് തോന്നി കേട്ടോ. പിന്നെ സ്കിൻ കെയർ ആയിട്ട് ഇപ്പം നമ്മുടെ സ്കിൻ കെയറിലുള്ളതാണ് ഈ മോയ്സ്ചറൈസർ. പിന്നെ സ്ക്രബ്, ഈ ജോയുടെ സ്കിൻ ഫ്രൂട്ട്സിന്റെ സ്ട്രോബെറി സ്ക്രബാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. 250 റുപ്പീസ് ആണ് ഇത് വരുന്നത്. കുറച്ച് വലിയ ട്യൂബ് തന്നെയാണ്. അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റും. നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്ന ഒരു സ്ക്രബായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. ഇതൊക്കെ ഞാൻ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് ആക്ച്വലി ഒരു സ്റ്റോറി ഞാൻ പറയാം. നമ്മുടെ മീറ്റപ്പ് ഇവിടെ വെച്ചപ്പം ഒരു ഫാമിലി എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും 2 പെമ്മക്കളും അവരുടെ മക്കളെയും കൂട്ടിയാണ് വന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് പേഴ്സണൽ ആയിട്ട്, അതായത് മമ്മിക്ക്, ഡിംപിളിന്, എനിക്ക് ഒക്കെ തന്നു. നമ്മളത് നോക്കി ഇങ്ങനെ സംഭവമാണ്. ഫെയറീസ് ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് അലോവേറ ജെല്ല്, സോപ്പ്, കൊച്ചിന് കണ്ണെഴുതാനായിട്ട് കാജല് തന്നു. എന്നിട്ട് ഞാൻ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇത് പേജ് വന്നു. അപ്പൊ ആ ആള് ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. താളിയുടെ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ 2 മക്കളെ എന്റെ സെയിം ഏജ് ആണെന്ന് തോന്നുന്നത്, എന്നെക്കാളും മൂത്തതാണെങ്കിലേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ട് 2 സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല അടിപൊളി അലോവേറ ജെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോൺചാറിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അലോവേറ ജെല്ലി. ഫെയറീസ് ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത്, ഞാൻ ഇതുവരെ അവരോട് പേഴ്സണലി പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇടുമ്പോൾ തന്നെ ഭയങ്കര കൂളിംഗ് സംഭവമാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ട്. ഇത് മാത്രമല്ല വേറെ കുറേ പ്രൊഡക്ട്സ് അവർക്കുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഒരു എന്താ പറയാ നല്ല ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഈ പേജ് പോയാൽ മതി കേട്ടോ. പ്രൊമോഷൻ ഒന്നും അല്ല, ആള് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷെ ആൾക്ക് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്നുള്ളതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കറങ്ങി കറങ്ങി കണ്ടപ്പോൾ പിന്നെ ഞാൻ ഈ ബോട്ടിൽ എടുത്തപ്പോൾ ഫെയറീസ് ഓർഗാനിക് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യം, നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. പക്ഷെ ആളുടെ ടൈം എഫേർട്ട് എടുത്ത് ആൾ കൊണ്ടു നടക്കുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ. അപ്പൊ എന്റെ ഒരു സ്പെഷ്യൽ വിഷസ് ഞാൻ അറിയിക്കുകയാണ്. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും നല്ല രീതിക്ക് തന്നെ പോട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യണം. പിന്നെ ഈ റീസെന്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ആൽപ്സിന്റെ റോസ്മേരി
ഓട്ടോയുടെ മമ്മിയും ഡിംപിളും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ, എനിക്ക് റെഗുലർ ആയിട്ട് ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിള്ളേരുടെ മേളം ഒക്കെ ആയിട്ട്. എന്നാലും ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിന്നിന് കുറച്ച് കെയർ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സത്യം പറയാലോ വിചാരിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നിവ്യയുടെ ഈ ഒരു ഫ്രഷ് നാച്ചുറൽ അണ്ടർ ആം ഡിയോഡ്രന്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് അണ്ടർ ആംസ് കുറച്ച് ഡാർക്ക് ആണോ പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളാണ്. പിന്നെ ഷേവിങ്ങും ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡാർക്ക് ആവും. എന്നാലും അതിനൊരു കെയർ കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ്. നീ സൈഡിലിരിക്കുന്ന ഒരു സാധനം വിട്ടുപോയി. ഡാസ്ലറിന്റെ തന്നെ ഐലൈനർ ആണ് കേട്ടോ. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്ത മേടിച്ചു പോയതിന്റെ പേരിൽ യൂസ് ചെയ്താൽ ഞാൻ സാധാരണ നമ്മുടെ ലാക്മിയുടെ ആണ് യൂസ് ചെയ്യാറ്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ചോദിച്ചു ഒരു ഷോപ്പിൽ പോയപ്പം ഒരു അടിപൊളിയാന്ന് പറഞ്ഞ തന്നാണ് കേട്ടോ. അത്ര വലിയ അടിപൊളിയൊന്നും അല്ല ഇത്. എന്തേ കഴിഞ്ഞോ? ഇതൊക്കെയാണ് എൻ്റെ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സും. സ്കിൻ കെയർ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നതാണ് നല്ലത്. അതിനുവേണ്ടി ടൈം എടുത്ത് ചെയ്യാനുള്ള ഡിമ്പിളൊക്കെ നല്ല കൃത്യത്തിന് നോക്കും. സ്കിൻ കെയർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ മറ്റേ ഉപ്തന്റെ ഫേസ് മാസ്ക് ഇടും, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഗുഡ് വൈബ്സിന്റെ ആ ഒരു ഫേസ് മാസ്ക് എന്ന് പറയുന്നത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ചേഞ്ച് മനസ്സിലാവും. പിന്നെ ഡെയിലി ബേസിസിൽ അത് യൂസ് ചെയ്യാതിരിക്കുക, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യും, ഗുഡ് വൈബ്സിന്റെ ഗോൾഡിന്റെ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യും. പിന്നെ മാമാഅർത്തിന്റെ സ്ക്രബും കാര്യങ്ങളും ഒക്കെ. മാമാഅർത്ത്, ഗുഡ് വൈബ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് റെഗുലർ. ഗുഡ് വൈബ്സ് ആണ് ഞാൻ ആദ്യം പർപ്പിളിന്റെ സാധനങ്ങൾ മാത്രമേ ഒരു സമയത്ത് ഞാൻ വാങ്ങിക്കത്തുണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്ന് കോളേജ് ടൈം തൊട്ട്. അന്ന് ബ്യൂട്ടി പ്രൊഡക്ട്സ് കൂടുതലും കിട്ടുക പർപ്പിളിലാണ്. നിങ്ങൾക്ക് അറിയുമോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അന്ന് തൊട്ട് എൻ്റെ ഫോണിൽ പർപ്പിളിന്റെ ആപ്പ് ഉണ്ട്. കുറെ പേരിങ്ങനെ നമ്മൾ വീഡിയോ ചെയ്ത് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന അല്ല, അതെന്റെ അമ്മയോട് ചോദിച്ചാൽ പറയും. കാരണം അമ്മയുടെ അന്നൊക്കെ ഞാൻ അമ്മയുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടോ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചത്. അവരുടെ ഗുഡ് വൈബ്സിന്റെ തന്നെ ഫേസ് വാഷുകളും കാര്യങ്ങളും ഒക്കെ. അപ്പം ഗുഡ് വൈബ്സിന്റെ ഈ പ്രൊഡക്ട്സ് എല്ലാം പർട്ടിക്കുലർലി പർപ്പിളിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം തൊട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്പാണ് പർപ്പിളിന്റെ എല്ലാ പ്രൊഡക്റ്റും അടിപൊളിയാണ് കേട്ടോ. അവിടെ ഗുഡ് വൈബ്സിന്റെ പ്രൊഡക്ട്സ് മാത്രമല്ല വേറെ കുറേ ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കുറേ പേര് ചോദിക്കാറുണ്ട്, ചേച്ചി റീസെന്റ് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏതാണ്, അല്ലെങ്കിൽ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളെ കുറിച്ച് പറയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ടൊന്നും എനിക്ക് പറഞ്ഞുതരാം. ഇപ്പം ഒരു ലൈവ് മേക്കപ്പ് ചെയ്ത് കാണിക്കാനെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പണ്ടൊരു പ്രാവശ്യം കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. എനിക്ക് ഒരുപാട് പുട്ടിയടിച്ച് കയറ്റുന്നത് എനിക്ക് ഇഷ്ടമില്ല. ലിപ്സ്റ്റിക് ഇപ്പൊ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് ഇട്ടെങ്കിലെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് ഇടും. ഇപ്പൊ ലിപ്സ്റ്റിക് കണ്ട ആദ്യം നമ്മുടെ ബിഗ് ബോസിലെ ജാസ്മിനെയാണ് എനിക്ക് ഓർമ്മ വരിക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല. എന്നാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട്, നാളെയും തോമിന് അവധിയാണ്. അതുകൊണ്ട് എങ്ങനെയാന്ന് നോക്കിയിട്ട് ചെയ്യാട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.